അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 3 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ അളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചായക്ക് കുടിക്കുന്ന ഗ്ലാസ്സിൽ പച്ചരി അളന്നെടുത്താൽ മതി. നിങ്ങൾക്ക് ഈ 3 കപ്പ് അരിക്ക് പകരം 1 കപ്പ് അരിയിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു 5-6 മണിക്കൂർ വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കാം. അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം 5-6 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. നമ്മൾ 1 കപ്പ് അരിയിലാണ് നമ്മൾ ചെയ്തിട്ട് എടുക്കുന്നതാണെങ്കിൽ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണും കുറച്ചും കൂടെ ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ അരി നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഉഴുന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് ഉഴുന്നിന് പകരമായിട്ട് നമ്മൾ എടുക്കുന്നത് ചോറാണ്. അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചോറാണ് അരച്ചിട്ടെടുക്കുന്നത്. ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ദോശ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെയാണ് ചോറും എടുക്കേണ്ടത്. അപ്പോൾ ഏത് അരിയുടെ ചോറ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജയ അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വേവിച്ചിട്ടെടുത്ത ചോറായാലും മതി. അപ്പോൾ ചോറ് 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരിയിലുള്ള വെള്ളം മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് പകുതി അരി ഇട്ട് കൊടുക്കാം. മുഴുവനും ഇട്ട് അരയ്ക്കാൻ പറ്റില്ല, പകുതി വീതം ഇട്ട് നമുക്ക് അരച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ വെള്ളം മാറ്റിയെടുത്ത അരി മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി മാത്രമേ നമ്മൾ അരി കുതിർത്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പകുതി പിന്നീട് രണ്ടാമത്തെ ബാച്ചായിട്ട് അരച്ചെടുക്കാം. നിങ്ങൾ 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് ചോറെടുത്താൽ മതിയേ. 2 കപ്പ് അരിയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് ചോറെടുക്കാം. ആ ഒരു കണക്കാണ്. അപ്പോൾ 1.5 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നെകക്കെ നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പം ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെകക്കെ വേണം വെള്ളം ഒഴിക്കാൻ. ഒരുപാട് വെള്ളം അങ്ങ് കോരി ഒഴിക്കരുത്. അരച്ചെടുക്കാം. നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്നത് പോലെ അങ്ങ് അരച്ചെടുത്താൽ മതി. ഇപ്പം അത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. കണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മഷി പോലെ അരയേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു തരികളായിട്ട് നമ്മൾ ദോശയ്ക്കൊക്കെ അരച്ചെടുക്കുന്നത് പോലെ അരച്ചെടുക്കുക. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ബാക്കിയിരിക്കുന്ന അരിയും ചോറും ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് 2 മിനിറ്റെങ്കിലും കൈ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ മാവ് നല്ലോണം പൊങ്ങി കിട്ടുള്ളൂ. കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഒരു 2 മിനിറ്റെങ്കിലും ആക്കി കൊടുത്താൽ മാത്രമേ മാവ് നല്ലോണം പൊങ്ങി സോഫ്റ്റായി കിട്ടുള്ളൂ. നമ്മളിതുപോലെ ഇളക്കി നോക്കിയ സമയത്ത് മാവ് കുറച്ച് കട്ടിക്കാനിരിക്കുന്നത് കുറച്ച് ലൂസാവണം. നമ്മളിതിൽ ദോശയില്ലേ തയ്യാറാക്കി എടുക്കുന്നത്. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് 2 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇതുപോലെ 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നാൽ മാത്രം മാവ് നല്ല പൊന്തി സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൈവച്ച് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വയ്ക്കാം. അപ്പോൾ മാവ് ഫെർമെൻ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂർ മൂടി വയ്ക്കാം. ചൂടായി കിടക്കുന്ന ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 7 വെളുത്തുള്ളി അല്ലികളും 7 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി പീസ് എടുത്താലും മതി. സവാളയാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ചെറിയ ഉള്ളിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 വറ്റൽമുളകും കൂടി
ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയും ഉള്ളിയും ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം എടുത്താൽ മതിയാകും. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോ തക്കാളി എല്ലാം ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളകാണെന്നുണ്ടെങ്കിൽ നല്ല കളറും കിട്ടും, എരിവും കുറവായിരിക്കും. കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അവരവരുടെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വേവിച്ച് സോഫ്റ്റ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ തക്കാളി എല്ലാം വെന്ത് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കൊടുത്താലും മതിയാവും. ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പൊടിച്ച ശർക്കര വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാര എടുത്താലും ശർക്കര എടുത്താലും കുറച്ച് മാത്രമേ എടുക്കാവൂ. ഞാനിപ്പോ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം. ഇപ്പൊ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നല്ല സ്മൂത്ത് ആയിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മാവ് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് എടുക്കുകയാണേ. ഇപ്പൊ ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടിപ്പോയാൽ ഒരു 10 മണിക്കൂറൊക്കെ വെക്കാം. മാവ് നല്ലോണം നമ്മൾ പകുതി മാവല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മാവ് ഡബിളായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ മാവ് കണ്ടില്ലേ, നല്ല പൊന്തി, നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നല്ലോണം സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മാവിലേക്ക് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ എണ്ണയോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. മാവ് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിൽ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഫ്രൂട്ട് സോൾട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എയർ ബബിൾസ് ഒക്കെ നിറച്ച് വന്നിട്ട് അടിപൊളിയായിട്ട് മാവ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, നിറച്ചും ഹെയർ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊന്നുമില്ല, നമുക്കിത് ദോശ ഒന്ന് ചുട്ടെടുക്കാം. നമുക്ക് ദോശ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് ചൂടൊന്ന് ക്രമീകരിച്ചതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് പരത്തി കൊടുക്കാൻ. ഫ്ലെയിം കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല. കനം കുറച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നിറച്ച് ഹോൾസ് ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ മാവിന്റെ മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യോ എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ ദോശയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സാധാരണ ദോശ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ലതുപോലെ മൊരിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ദോശ ചുട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് വെള്ളം തളിച്ചിട്ട് ചൂടൊന്ന് ബാലൻസ് ചെയ്യാം. വീണ്ടും നമുക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നിറച്ച് ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ചുട്ടെടുക്കാം. ഇപ്പോൾ ദോശയൊക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ദോശ ഇതിന്റെ ചൂടൊക്കെ മാറി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് മാറും കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ദോശ ചുട്ടെടുക്കാം.
ഇപ്പോൾ ഇത് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം കണ്ടില്ലേ? അപ്പോൾ ചൂട് മാറിക്കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ തണുത്തിട്ട് വരും. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നിറച്ചും ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം. ഇപ്പം നമ്മുടെ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉഴുന്ന് അരച്ച് ദോശ ചുട്ടെടുക്കുന്നത് പോലെ തന്നെയാണ്. ടേസ്റ്റ് ഒന്നും വ്യത്യാസമില്ല. ഉഴുന്നില്ല എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ഒന്നും ഒരു വ്യത്യാസമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ ഇനി ചോറൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ദോശ റെഡിയാക്കി എടുക്കുക. ചുട്ടെടുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അത് ചൂട് മാറി കഴിയുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് മാറും. ഇപ്പോൾ കണ്ടില്ലേ, ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് മാറും. കണ്ടില്ലേ, നല്ല പേപ്പർ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും അതുപോലെ തന്നെയാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കുഞ്ഞായിട്ട് ചുട്ടെടുത്ത ദോശയാണ്. കണ്ടില്ലേ, അതുപോലെ ബാക്കി വരുന്ന ചോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ തക്കാളി ചട്നിയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം ചോറൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ദോശ തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്